ഹായ് ഫ്രണ്ട്സ്, ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു സാരി ബ്ലൗസിൻ്റെയൊക്കെ ഐ തയ്ക്കുന്നില്ലേ, ഹുക്കൊക്കെ ഇടാനായിട്ട് ഐ തയ്ക്കുമല്ലോ, അത് തയ്ക്കാനായിട്ട് ഇന്ന് പഠിക്കാമേ. അതിനായിട്ട് നമ്മൾ 3 രീതിയിലുള്ളതായ ഐ തയ്ക്കുന്ന മെത്തേഡുകൾ ഞാൻ കാണിക്കുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണണം. ആദ്യം നമ്മൾ ഇതുപോലെ ഒരു സൂചിയിൽ 4-5 പിടി, ഒരു 3 പിടിയെങ്കിലും നൂല് കോർത്തതിന് ശേഷം വേണം നമ്മൾ ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള സ്റ്റിച്ചിങ്. അതായിരിക്കും നമുക്ക് ഏറ്റവും എളുപ്പം. അപ്പോൾ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ അടിയിൽ നിന്ന് കുത്തി എടുത്ത് മേലോട്ട് കൊണ്ടുവന്നിട്ട് അത് 2-3-4 തവണ ആ രീതിയിൽ ഞാൻ കുത്തുകയാണ്. കുത്തി എടുത്തതിന് ഇതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത്. ഇതാണ് സാരി ബ്ലൗസിനൊക്കെ സാധാരണ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് പിക്ചറിൽ കാണുന്ന പോലെ അങ്ങ് ചെയ്യണം കേട്ടോ. ഇതിങ്ങനെ എടുത്ത് റൗണ്ടിൽ കൊണ്ടുവന്നിട്ട് അതിനകത്തൂടെ ഒരു ലൂപ്പ് പോലെ വന്നിട്ട് അതിനകത്തൂടെ ഈ സൂചിയുടെ ഒന്നുകൂടെ കണ്ടോണേ, നമ്മൾ തയ്ച്ച് ആ നൂലിൻ്റെ അടിയിൽ കൂടെ വന്ന് ആ ലൂപ്പിനകത്തൂടെ കയറി ഇറങ്ങുകയാണ്. അന്നേരം ഒരു കെട്ട് പോലെ വരും, ബ്ലാങ്കറ്റ് സ്റ്റിച്ച് പോലെ ഇങ്ങനെ വരും. അത് അതിൻ്റെ എൻഡ് വരെ കൊണ്ടുവന്ന് നമ്മൾ അടിയിലോട്ട് കുത്തിയിറക്കി കെട്ടിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത്. ഇത് സാധാരണ സാരി ബ്ലൗസിലൊക്കെ പിന്നെ തയ്ക്കുന്നത്. ഇനി ഒരു മെത്തേഡെന്ന് പറയുന്നത്, വേറൊരു മെത്തേഡെന്ന് പറയുന്നത് രണ്ടാമത്തെ മെത്തേഡാണ്. ഇത് അടിയിൽ നമ്മൾ അതേപോലെ കുത്തിയെടുത്തതിന് ശേഷം താഴെ നിന്ന് മേളിലോട്ട് കൊണ്ടുവന്ന സൂചി അവിടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിനൊക്കെ ഇതെടുത്തില്ലേ, കെട്ടിടത്തില്ല, അതുപോലെ ഈ പിക്ചറിൽ കാണുന്ന പോലെ സൂചിയെ തന്നെ അതിങ്ങനെ നിങ്ങൾക്ക് എത്ര നീളത്തിൽ ആവശ്യമുണ്ടോ അത്രയും നീളത്തിലുള്ള, ഇതിപ്പോൾ ചെറിയ നൂലായതുകൊണ്ടാണ് ഇത്രയും പാടുപെടുന്നത്. സൂചിയെ തന്നെ ഒരു ലൂപ്പ് പോലെ കൊണ്ടുവന്ന് സൂചിക്കകത്തോട്ടിട്ട് വലിക്ക് ടൈറ്റ് ചെയ്തെടുക്കുകയാണ് കണ്ടോ. ഇതേപോലെ നമുക്ക് എത്ര നീളം ആവശ്യമുണ്ടോ അത്രയും നീളത്തിലാക്കിയതിന് ശേഷം സൂചി നമ്മൾ മറ്റേ പോയിൻറ്റില്ലേ ആ പോയിൻറ്റിൽ വന്ന് കുത്തി ഇറക്കണം. അങ്ങനെ വലിച്ചതിന് ശേഷം ഇപ്പുറത്തുകൊണ്ട് കുത്തിയിറക്കി അടിയിൽ കെട്ടിട്ട് ഇറക്കണം. ഇതാണ് രണ്ടാമത്തെ ഒരു രീതി. ഇതും വലിയ കുഴപ്പമില്ല, നല്ലത്, അത്ര സ്ട്രോങ് അല്ല കേട്ടോ. കാരണം ഒരു തവണ നമ്മൾ നൂലടിയിൽ കൂടെ എടുത്ത് വലിച്ച്, ഇതിനകത്തെന്ന് പറഞ്ഞാൽ 2 തവണയും 3 തവണയൊക്കെ നമ്മൾ ഈ നൂല് വലിച്ച്. പിന്നെ അടുത്തൊരു മെത്തേഡ് ഒരാൾ കാണിക്കുന്നത് കണ്ടിട്ട് ഇത് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്തില്ല. കാരണം ഇത് ഒരു ഉടായ്പ പരിപാടി പോലുള്ള ഒരു പരിപാടിയാണ്. ആദ്യം സൂചി അടിയിൽ നിന്ന് ആ കുത്തിയുടെ തന്നെ വീണ്ടും ഒന്ന് കുത്തിയെടുക്കുകയാണ് മേളിലോട്ട് സൂചി. എടുത്തതിന് ശേഷം ഒരു ലൂപ്പ് പോലെ, ഒരു റൗണ്ട് പോലെ വന്നല്ലോ. അപ്പം നമ്മൾ ഈ അടിയിലുള്ള മറ്റേ ആ സൂചി ഉണ്ടായിരുന്ന നൂല് അടിയിൽ കൂടെ വന്ന് ഈ ഹോളിനകത്തൂടെ പുറത്തോട്ടെടുത്ത് ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഒരു കെട്ട് പോലെ അവിടെ വരികയാണ്, കെട്ട് പോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. വീണ്ടും അതേപോലെ തന്നെ. അപ്പോൾ വീണ്ടും ഒരു ലൂപ്പ് വന്നല്ലോ. വീണ്ടും അടിയിൽ നിന്ന് നൂലെടുത്ത്, ഈ എടുക്കുന്ന നൂലെന്ന് പറഞ്ഞാൽ സൂചിയുടെ അതിൻ്റെ അറ്റത്ത് സൂചി ഉണ്ടാകും. ആ സൂചിയുടെ ആ നൂലാണ് നമ്മൾ എടുക്കുന്നത് ലൂപ്പ് നമ്മൾ ഇങ്ങനെ വീണ്ടും എടുക്കുന്നു. അങ്ങനെ എത്ര നീളം ആവശ്യമുണ്ട് അത്രയും നീളത്തിൽ നമ്മൾ ഇതേ മെത്തേഡ് തന്നെ തുടരുകയാണ്. ഇത് പക്ഷേ അത് സ്ട്രോങ് അല്ല കേട്ടോ, ഒട്ടും സ്ട്രോങ് അല്ല. ഇത് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യത്തില്ല ഐ തയ്ക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുകയാണ്. അതുപോലെ ആ ത്രെഡ് വലുതായി കഴിഞ്ഞാൽ, ആ ലൂപ്പ് ഒത്തിരി വലുതായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒത്തിരി വലുതായില്ലേ, അങ്ങനെ വലിച്ചൊടിച്ച് വരുമ്പോൾ വലുതായിപ്പോൾ നമ്മൾ ആ സൂചി നമ്മൾ അടിയിൽ നിന്ന് എടുക്കുന്നുണ്ടല്ലോ അകത്തേക്ക്, ആ നൂലിൽ നിന്ന് വലിച്ചു കൊടുക്കുമ്പോൾ ഇതിലുപോലെ വലിച്ചു കൊടുക്കുമ്പോൾ ലൂപ്പ് ആ റൗണ്ട് ചെറുതായി വരും. വീണ്ടും അതുപോലെ തന്നെ ഉണ്ടാവും. അതേ മെത്തേഡ് തന്നെ തുടരുകയാണ്. ഇത് എളുപ്പപ്പണിയാണ്, പക്ഷേ ഇത് ഒട്ടും സ്ട്രോങ് അല്ലാത്തൊരു ഐ ആണ്. ഇത് തയ്ച്ച് വരുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനൊക്കെ ഉള്ളൊരു സാധ്യതകൾ കൂടുതലാണ്. ഇത്രയും നീളത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. ലാസ്റ്റിലത് വലിച്ചിങ്ങെടുക്കുകയാണ് ഹോളിനകത്തൂടെ. എന്നിട്ട് ഇങ്ങേയറ്റത്തോട്ട് നമ്മളത് കുത്തി താഴേക്ക് ഇറക്കി
അടിയിലേക്ക് ഇട്ടിട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് 3 ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഹെൽപ്പ് ചെയ്യണേ. അതുപോലെ അതിൻ്റെ അടുത്തുള്ളൊരു ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് താമസിക്കാതെ തന്നെ അന്നേരം തന്നെ ലഭിക്കും. അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ എൻ്റെ ചാനലുണ്ട്. ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷൻ എന്നുള്ള ചാനലാണ്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. താങ്ക് യു വെരി മച്ച് വാച്ച് ചെയ്തതിന്.